കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ കെ.എസ്.ആർ.ടി.സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 മരണം. 2 പേരുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരിക്കുണ്ട്. നിയന്ത്രണം വിട്ട് ബസ് കലുങ്കിലിടിച്ച് മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെച്ചു. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷും, ലിസ ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും ചേരും. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, ഏതായാലും പുഴയിലെ അടക്കം തെരച്ചിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. ബസ് തൽക്കാലം ഉയർത്തേണ്ട എന്ന തീരുമാനത്തിലാണോ? ഈ അപകടത്തിനിടയാക്കിയത് എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഗൂഗിൾ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴ പാലത്തിൽ ഈ അപകടം നടക്കുന്നത്. തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് ഇവിടെ ഈ കൈവരി തകർത്തുകൊണ്ട് താഴേക്ക് പതിച്ചത്. ബസ്സിൽ 40ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 65 വയസ്സുള്ള വേലംകുന്നേൽ കമല, അതോടൊപ്പം തന്നെ ആനക്കാമ്പൊയിൽ സ്വദേശിയായ 75 വയസ്സുള്ള ത്രേസ്യാമ തുടങ്ങി 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ 4 പേരെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 3 ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 22 പേർ നിസാര പരിക്കുകളോടെ മുക്കത്തെ 3 ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ്. ഈ പാലത്തിന്റെ കാലപ്പഴക്കമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതിന് വലിയൊരു ക്രെയിൻ ഇവിടെ കൊണ്ടുവരണം. ആ വലിയ ക്രെയിൻ കൊണ്ടുവന്ന ശേഷമായിരിക്കും ഇനി ബസ് മുകളിലേക്ക് ഉയർത്തുക എന്നാണ് പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കുന്നത്. അല്പം മുമ്പ് ചെറിയ ക്രെയിന്റെ സഹായത്തോടെ ബസ് ഉയർത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ബസിന്റെ അടി കുടുങ്ങിക്കിടന്ന 2 പേരാണ്, ഈ ബസിന്റെ മുൻഭാഗത്ത് യാത്ര ചെയ്തിരുന്ന ഈ വെള്ളത്തിൽ ആദ്യം പതിച്ച 2 പേരാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും സന്നദ്ധരുടെയും നേതൃത്വത്തിൽ ഏറെ നേരം ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആരും ഇവിടെ ഇല്ല എന്ന സ്ഥിരീകരണം വന്നത് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. ഇനിയൊരു വലിയ ക്രെയിൻ കൊണ്ടുവന്ന ശേഷമായിരിക്കും ഇനി ഈ ബസ് ഉയർത്തുക എന്നാണ് പറയുന്നത്. 2 മണിക്കായിരുന്നു അപകടം. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമായത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ മുഴുവൻ സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ ഇവിടേക്ക് ഓടിയെത്തി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ അപകടം നടന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈവരിയാണ്. ഈ കൈവരിയും ഈ പാലത്തിന് ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. 1966 പണിതൊരു പാലം കൂടിയാണ് ഇത്. പുതുക്കി പണിയണമെന്ന കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിച്ചില്ല, അത് നടപ്പിൽ അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് എന്താണെങ്കിലും ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അപകടത്തിൽ ആരെയും കാണാതായിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നു. അവിടുത്തെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി സമീർ സി മുഹമ്മദിലേക്കാണ്. ലിസ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട് സമീർ സി മുഹമ്മദ്. സമീർ, അവിടെ പരിക്കേറ്റ് എത്തിയ ആളുകളുടെ ആരോഗ്യനില എങ്ങനെ? ആരൊക്കെയാണ് ചികിത്സയിലുള്ളത്? എത്ര പേരുണ്ട് ഈ ലിസ ആശുപത്രിയിൽ? ഗോകുൽ, ശാന്തി ആശുപത്രിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആണ് ബസ്സിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കണ്ടക്ടർ രജീഷ്, അതുപോലെ തന്നെ ഡ്രൈവർ മനോജ് സെബാസ്റ്റ്യൻ, ഖമറുനിസ, ജോസഫ്, LC ജോസഫ്, റോസ്ലി പുല്ലൂരാമ്പാറ, ഇത്രയും പേരാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ബസിന്റെ കണ്ടക്ടറായിട്ടുള്ള രജീഷിനെ കോഴിക്കോട് മിംസിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെയാണ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഇറക്കിയത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ 6 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 പേരെ ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. നേരത്തെ രാജുവിനെയും അതുപോലെ തന്നെ ഗ്രേസ്യാമ്മ 2 പേരെയാണ് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. രാജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഗ്രേസ്യാമ്മയെ കോഴിക്കോട് മിംസിലേക്കും മാറ്റിയിരിക്കുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ കണ്ടക്ടറായിട്ടുള്ള രജീഷിനെ കൂടി കോഴിക്കോട് മിംസിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ 6 പേർ ചികിത്സയിലുണ്ട്. 3 പേരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മരണം സംഭവിച്ചു. അത് 75-കാരായിട്ടുള്ള ത്രേസ്യാമ്മയാണ്. ത്രേസ്യാമ്മ ഇവിടെ വെച്ചാണ് മരിച്ചത്. മറ്റ് ആളുകളുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. 6 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഗൂഗിൾ. ശരി, സമീർ സി മുഹമ്മദാണ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നു. മറ്റാരെങ്കിലും അവിടെ ചികിത്സയിലുണ്ടോ?
ഗൂഗിൾ രണ്ടുപേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിലൊന്ന് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജുവാണ്. രാജുവിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അത്യാഹിത വിഭാഗത്തിൽ അദ്ദേഹം തുടരുകയാണ്. മറ്റൊന്ന് മണിയാണ്. ഈ മണിയുടെ പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. മരിച്ച കമലയുടെ മൃതദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലിസ ആശുപത്രിയിൽ നിന്നാണ് ഈ കമലയെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അവർ. ഇവിടെ എത്തി അല്പസമയത്തിനകം തന്നെ മരണം സംഭവിച്ചുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇവിടെ രണ്ടുപേരാണ് ചികിത്സയിലുള്ളത്. ഒപ്പം തന്നെ മരിച്ച കമലയുടെ മൃതദേഹം ഇവിടെയുണ്ട്. കൂടുതൽ പേർ നിലവിൽ ഇവിടേക്ക് എത്തില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ശരി. കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന കൂടി വിവരമാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പങ്കുവച്ചത്.